ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. 10ൽ 10 എന്ന സീരീസിന്റെ 19ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യ ചോദ്യം നമുക്ക് നോക്കാം. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ഓപ്ഷൻസ്: പയ്യന്നൂർ, തളിപ്പറമ്പ്, പാനൂർ, തലശ്ശേരി. ശരി ഉത്തരം ഓപ്ഷൻ ഡി, തലശ്ശേരിയാണ്. രണ്ടാമത്തെ ചോദ്യം: പേശികളെ കുറിച്ചുള്ള പഠനം ഏതാണ്? ഓസ്റ്റിയോളജി ആണോ, മയോളജി ആണോ, നെഫ്രോളജി ആണോ, ഫ്രെനോളജി ആണോ? ശരി ഉത്തരം ഓപ്ഷൻ ബി, മയോളജി. മൂന്നാമത്തെ ചോദ്യം: ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റത്തെ അറിയപ്പെടുന്ന പേര് എന്ത്? ഓപ്ഷൻസ്: സ്ഥാനാന്തരം, ചലനം, സ്ഥിതികോർജം, കൊഹിഷൻ. ശരി ഉത്തരം ഓപ്ഷൻ ബി, ചലനം ആണ്. 4. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരായിരുന്നു? ഓപ്ഷൻസ്: അൽഫോൺസ ഡി അൽബുക്കർക്ക്, പെട്രോ അൽവാരിസ് കബ്രാൽ, വാസ്കോഡ ഗാമ, ഫ്രാൻസിസ്കോ ഡി അൽമേഡ. നിങ്ങൾക്കറിയാം ഓപ്ഷൻ സി, വാസ്കോഡ ഗാമയാണ്. അടുത്ത ചോദ്യം: കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏത്? ഓപ്ഷൻസ്: മൂന്നാർ, പുനലൂർ, കുണ്ടറ, തലശ്ശേരി. ശരി ഉത്തരം ഓപ്ഷൻ സി, കുണ്ടറയാണ്. അടുത്ത ചോദ്യം: ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ഏത്? 1795, 1796, 1797, 1798. ശരി ഉത്തരം ഓപ്ഷൻ സി, 1797 ആണ്. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റമിൻ ഏത്? വിറ്റമിൻ സി, വിറ്റമിൻ എ, വിറ്റമിൻ ഇ, വിറ്റമിൻ ബി. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, വിറ്റമിൻ സി. അടുത്ത ചോദ്യം: ഒരു ന്യൂട്ടൺ എന്നത് എത്ര ഡൈൻ ആണ് എന്നുള്ളതാണ്. ഒരു ന്യൂട്ടൺ ഈക്വൽ ടു ഡാഷ് ഡൈൻ. ഓപ്ഷൻസ്: 100 ഡൈൻ ആണോ, 10⁵5 ഡൈൻ ആണോ, 98 ഡൈൻ ആണോ, അതോ 102 ഡൈൻ ആണോ? ശരി ഉത്തരം ഓപ്ഷൻ ബി, 10⁵5 ഡൈൻ ആണ്. 9ാമത്തെ ചോദ്യം: ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ഏത്? ഓപ്ഷൻസ്: 1858, 1859, 1860, 1857. ശരി ഉത്തരം ഓപ്ഷൻ എ, 1858. 10ാമത്തെയും അവസാനത്തെയും ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ്? നിങ്ങൾക്കറിയാം. ഓപ്ഷൻസ് വായിക്കാം: മൗലിക അവകാശങ്ങൾ, ഇന്ത്യയിലെ പ്രദേശങ്ങൾ, പൗരത്വം, നിർദ്ദേശക തത്വങ്ങൾ. ശരി ഉത്തരം ഓപ്ഷൻ എ, മൗലിക അവകാശങ്ങൾ. ഈ 10 എത്ര എണ്ണം ശരിയായെന്നുള്ളത് കമന്റായി രേഖപ്പെടുത്തുക. തെറ്റിയ ചോദ്യങ്ങൾ എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. 10ൽ 10ന്റെ അടുത്ത സെറ്റുമായി നമുക്ക് നാളെ രാത്രി 10:10 കാണാം. താങ്ക് യു.